ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയിലെ 3 പേരുടെ ജനന തിരുനാളുകളാണ് ആഘോഷിക്കുക. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും. ജൂൺ 24 വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളാണ്. ഈശോയുടെ ജനന വാർത്ത കന്യകാമറിയത്തെ അറിയിച്ച ഗബ്രിയേൽ ദേവദൂതൻ തന്നെയാണ് അതിന് 6 മാസം മുൻപ് സ്നാപക യോഹന്നാൻ്റെ ജനന വാർത്ത അറിയിച്ചത്. അബിയായുടെ കുടുംബത്തിൽപ്പെട്ട സക്രിയ എന്ന പുരോഹിതൻ ഒരു ദിവസം ബലി സമർപ്പിക്കുവാൻ വന്നപ്പോൾ ദേവദൂതൻ സക്രിയോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. ഈ വാക്കുകൾ സക്രിയ വിശ്വസിച്ചില്ല. അതിനാൽ കുട്ടി ജനിക്കുന്നതുവരെ അയാൾ ഊമനായിരിക്കുമെന്ന് മാലാഖ കൂട്ടിച്ചേർക്കുകയാണ്. മാലാഖയുടെ വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി. 6 മാസം ഈ വിവരം കന്യകാമറിയം അറിഞ്ഞ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അയച്ചെന്നു. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു, അതായത് വിശുദ്ധ സ്നാപക യോഹന്നാൻ തുള്ളിച്ചാടി എന്നാണ് പറയുക. അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. അതേസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു. നമുക്കറിയാം, യോഹന്നാൻ മരുഭൂമിയിലാണ് താമസിച്ചത്. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മരുഭൂമിയിലെ ഭക്ഷണം അത് വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു. പ്രായശ്ചിത്തത്തിൻ്റെ ജ്ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് അവൻ മരുഭൂമിയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് തിരുവചനം പറഞ്ഞു വെക്കുക. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ രൂപങ്ങളും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അതുപോലെ തന്നെ അരയിൽ തുകൽ കച്ചയുമാണ് സ്നാപക യോഹന്നാൻ ധരിച്ചിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുക ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച തപസ് ജീവിതം നയിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ലാളിത്യവും ആത്മനിയന്ത്രണവും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മരുഭൂമിയിലെ പ്രവാചകനായിരുന്നു ഇദ്ദേഹം. രണ്ടാമതായിട്ട് കയ്യിലൊരു ദണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ദണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു കുരിശും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് സൂചിപ്പിക്കുക മിശിഹായുടെ വരവ് പ്രഖ്യാപിച്ച പ്രവാചകനായിട്ടാണ് സൂചിപ്പിക്കുക. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ എന്ന സന്ദേശത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ദണ്ട് കയ്യിൽ ഏന്തിയിരിക്കുക. മൂന്നാമതായിട്ട് രൂപത്തിൽ ഏറ്റവും താഴെയായിട്ട് ഒരു കുഞ്ഞാടിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഈശോയെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടയാളമാണ്. ഈശോയുടെ ബലി അർപ്പണത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. നാലാമതായിട്ട് ഈശോയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിരൽ നമുക്ക് കാണുന്നുണ്ട്. വലത് കൈ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചതായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണുക. അത് സൂചിപ്പിക്കുക തൻ്റെ മഹത്വമല്ല, ക്രിസ്തുവിൻ്റെ മഹത്വമാണ് പ്രധാനപ്പെട്ടത് എന്ന് കാണിക്കുന്നു. അവിടുന്ന് വളരണം, ഞാൻ കുറയണം എന്ന ജീവിത സന്ദേശമാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുക. 5-ാമതായിട്ട് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ കയ്യിലിരിക്കുന്നതാണ് ഒരു ചിപ്പി. അത് സൂചിപ്പിക്കുക ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്ന പ്രധാന ശുശ്രൂഷ. അത് ഈശോയെ ജ്ഞാനസ്നാനപ്പെടുത്തിയത് വിശുദ്ധ സ്നാപക യോഹന്നാനാണ് എന്ന് കാണിക്കുവാനായിട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഈ ജനന തിരുനാളിന്റെ പ്രശസ്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകം പ്രശസ്തിക്കും അംഗീകാരത്തിനും സ്വയം പ്രചാരണത്തെയും പിന്തുടരുകയാണ്. എന്നാൽ സ്നാപക യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ്. ആളുകൾ നമ്മെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണമെന്ന്, സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഭയപ്പെടരുതെന്ന്, പാപത്തെ പാപമെന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടണമെന്ന്, വിനയമാണ് യഥാർത്ഥ മഹത്വമെന്ന് മനസ്സിലാക്കണമെന്ന്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് സ്വയം ഉയർത്തുന്നതിനേക്കാൾ ക്രിസ്തുവിനെ ഉയർത്തണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നാപക യോഹന്നാന്റെ ജീവിതം നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരേ ഒരു വാചകമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ തിരുവചനം, അവൻ വളരണം, ഞാൻ കുറയണമെന്ന്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും ആവശ്യമായ സന്ദേശവും അതുതന്നെയാണ്. നമ്മുടെ ജീവിതവും നമ്മെക്കുറിച്ചായിരിക്കരുത്, ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. സ്നാപക യോഹന്നാനെ പോലെ നാം എല്ലാവരും ഈശോയെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്ന സാക്ഷികളായിട്ട് മാറണം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.